നമ്മുടെ ഫാം കണ്ടു. ഫാമിന് ശേഷം നമ്മൾ തോട്ടങ്ങൾ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം കിട്ടും. അപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് വെജും നോൺ വെജും എല്ലാം ഉണ്ട്. തോട്ടം മസാല ദോശ, മസാല ദോശ, ഒരു നെയ് റോസ്റ്റ്, ഒരു സാലഡ്, ഒരു മസാല, ഒരു ടീ. അതുകൊണ്ടോ നമ്മുടെ പശ്ചിമ മലനിരകളാകട്ടോ കാണുന്നത്. പശ്ചിമ മലനിരകൾ അതുകൊണ്ടോ അവിടെ ഒരു ക്ഷേത്രമാണത്, ഒരമ്പലം, അതിൻ്റെ താഴെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിപ്പാടം, അതിൻ്റെ നടുവിൽ ഒരു റെസ്റ്റോറൻറ്റ്. ഇതുകൊണ്ടോ മസാല ദോശ, നെയ് റോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് കഴിഞ്ഞ് ഒണിയനാണ്. ഒണിയൻ പറഞ്ഞപ്പോൾ എനിക്ക് അണിയൻ തിന്നു കേട്ടോ. ഇതുകൊണ്ട് 3 കൂട്ടമുണ്ട്. വെള്ള ചമ്മന്തി, റെഡ് ചമ്മന്തി, സാമ്പാർ. അയ്യോ ഒന്നും പറയാനില്ല. ദോശ സൂപ്പറാണേ. ഇതിൻ്റെ മണ്ടയിലോട്ട് ഇച്ചിരി വെള്ള ചമ്മന്തി, സാമ്പാർ. ഈ ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുന്നു. സംഭവം ഇവരിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. നല്ലതാണ്, ഒന്നും പറയാനില്ല, ചുമ്മാ പറയല്ല, വളരെ നല്ലത്. അത് കടായി ചിക്കൻ, ഇത് നമ്മുടെ പിറളം പോലെ ഇരിക്കും കേട്ടോ. നല്ല ചൂടുണ്ടേ, കഴിച്ച് നോക്കാം. നല്ല ചൂടാണ് ഇത്. അധികം മസാലയൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ദോശ. അപ്പോൾ അതിനും ഇതുപോലെ 3 കൂട്ടം കറികളാണ്. പിന്നെ അടുത്ത് താഴോട്ട് വെച്ചു. അപ്പോൾ ഈ യൂണിയൻ ദോശ കിഴക്കത്ത് ഇതുണ്ടോ സവോള എന്ന് പറഞ്ഞോളെ തന്നെ ഇതുണ്ടോ സവോള ഇങ്ങനെ സമ്മന്തി. അത് നമുക്ക് 3 സമ്മന്തി ഊറ്റി എല്ലാം നല്ല തിക്കാണ് കേട്ടോ. നല്ല തിക്ക്, ചുമ്മാ വെള്ളം പോലെയൊന്നുമല്ല. ഇത് കണ്ടോ, അടിപൊളിയാണ്. സോൾട്ട് ചിക്കൻ, ഇത് കൈമണം സ്പെഷ്യൽ. ഈ കൈമണം റെസ്റ്റോറൻറ്റ് സ്പെഷ്യലാണ് ഈ സോൾട്ട് ചിക്കൻ എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് തവണയാണ്, ആദ്യ തവണയാണ് കാണുന്നത്. നമുക്ക് നോക്കാം കേട്ടോ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് മറ്റ് മസാലയൊന്നും ആടാകുന്നില്ല. അവരവരുടെ തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വയറ് ഫുള്ളായി. കേട്ടോ, ഇത് നമ്മുടെ റെയിൽവേയുടെ ആൾക്കാർ പോവുക കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും. എല്ലാവരുടെ വണ്ടിയുടെ പുറകിൽ കണ്ടായിരുന്നോ സ്റ്റിക്കർ? അന്നേരപ്പോൾ അവർ സംസാരിക്കാനായിട്ട് പോവുക. തമിഴ് മധുര റെയിൽവേയുടെ. അപ്പോൾ ഇന്ന് അതിൻ്റെയാണ് മീറ്റിംഗ്. അതുകൊണ്ടോ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വെച്ച മീറ്റിംഗ്. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് പോവുക.